ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. നമ്മൾ എവിടേക്കാ പോകുന്നത്? ഗോവയിലത്തെ സ്നോ പാർക്കാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. സമയം ഇപ്പോൾ 1:40 അയക്കുന്നത്. അപ്പൊ ഞങ്ങള് ബസ് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ വാഗാ ബീച്ചിന്റെ കുറച്ച് പരിസരത്ത് അപ്പുറത്ത് നിർത്തിയിട്ടിരിക്കുകയാണ്. അപ്പൊ ഇനി ഇവിടുന്ന് ലഞ്ച് കഴിക്കണം. അത് ആവശ്യമുള്ളവർക്ക് ഇഷ്ടമുള്ളത് ഓരോരുത്തർക്ക് കഴിക്കാം. അപ്പൊ ഞങ്ങൾ ഇതിൽ കയറുകയാണ്. ഇതാണ് ഹോട്ടൽ. ഹോട്ടലിന്റെ അകത്തൊരു തെങ്ങുണ്ട്. ഈ തെങ്ങിന് തന്നെ പെയിന്റ് കൊടുത്തിട്ട് തെങ്ങ് മുറിക്കാതെ അതിന് കണക്കാക്കിയിട്ടാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ. ഇവിടെ ഒരു തെങ്ങുണ്ട്, ഇത് അവിടെ ഒരു തെങ്ങുണ്ട്. പൊതുവെ ഗോവയിൽ മുമ്പ് ഞാൻ ഇതുപോലെ കണ്ടിരിക്കുന്നത്, തെങ്ങൊന്നും മുറിക്കാറുള്ളവർ. അപ്പൊ ഒരു താലിയാണ് ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതാണ് സംഭവം. 2 താലി വാങ്ങിക്കുന്നത്. അതിന് 380 രൂപയാണ് ചാർജ്. അതായത് 190 രൂപ ഒന്നിന്. നമ്മളെ ബസ് എത്തിക്കുന്നത്, ഞങ്ങള് ബസ്സിൽ കയറാണ്. ഗോവയിലെ പ്രസിദ്ധമായ ഒരു സ്നോ പാർക്ക് ഉണ്ട്, അത് കാണാൻ വേണ്ടി പോവാണ്. ബസ് അവിടെ നിർത്തിയിട്ടിട്ട് ഇങ്ങോട്ട് നടന്നു പോകണം. ഇതാണ് സ്നോ പാർക്ക്. ഇത് ടിറ്റോ ലെയിൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ബാഗ കാലിംഗട്ട് റോഡിലാണുള്ളത്. ഇവിടുന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. 500 രൂപയാണ് ടിക്കറ്റ് ചാർജ്. പിന്നെ ഒരു 74 എന്ന് പറഞ്ഞ നമ്പർക്ക് നമ്മളിവിടെ ലഗേജ് റൂം നമുക്ക് കിട്ടും. അപ്പൊ അതിൽ ഈ ബാഗിൽ നമ്മൾ ലഗേജ്, നമ്മളെ ഷൂവും കാര്യങ്ങളൊക്കെ ഒക്കെ ഇട്ടിട്ട് അവിടെ കൊടുക്കണം. ഇതിവിടെ വാടക കിട്ടും. വാടക തന്നെ ഈ 500 രൂപയിൽ പെട്ടതാണ്. ഐസിലിടുന്ന ബൂട്ടൊക്കെ ഉണ്ടല്ലോ, അത് കിട്ടും. പിന്നെ അതിന് പുറമെ ഐസിലിടുന്ന നമ്മുടെ ജാക്കറ്റ് നമ്മളെ സൈസിനനുസരിച്ചിട്ട് നമുക്ക് ഇടാം. ഇതാണ് ഷൂവും, ഒപ്പം സോക്സും ഉണ്ട് ഇതിന്റെ ഒപ്പം. മക്കള് ഷൂവും സോക്സ് ഇടുകയാണ്. ഇവിടെയാണ് ലഗേജ് സൂക്ഷിക്കുന്നത്. അവിടെ 74 എന്ന് പറഞ്ഞ ബാഗിൽ നമ്മൾ തൂക്കിടും. മടങ്ങി വരുന്ന സമയത്ത് നമ്മൾ ടോക്കൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ബാഗ് നമുക്ക് തിരിച്ചു കിട്ടും. അപ്പൊ ഇവരൊക്കെ സംഭവം ഇടുകയാണ്. നമുക്ക് ആവശ്യമുള്ള സൈസ് ഭാഗം അല്ലെങ്കിൽ മാറ്റി നമുക്ക് എടുക്കാം. അപ്പൊ ഇവരൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി എനിക്കിടണം. ഇവരൊക്കെ പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് ഞങ്ങള്. ഇനി ഗ്ലൗസ് കിട്ടും, പിന്നെ ക്യാപ്പ് അത് ഇവിടുന്ന് കിട്ടും. ഞാൻ അകത്ത് കയറാണ്. ഭയങ്കര ശബ്ദമായിരിക്കും ഇപ്പൊ ഇതിന്റെ അകത്തെന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ നമ്മള് അകത്തേക്ക് എത്തിക്കുന്നത്. നമുക്ക് ഇതിന്റെ അകത്തെ കാഴ്ചകളൊക്കെ അങ്ങനെ കാണാം.
होशियार बड़ी दारू की मुझे तोड़ चढ़ी पी जाऊंगी खड़ी खड़ी मंगवा दो कोई मुझे लाल परी കിടക്കാണ്, ഭയങ്കര ഒച്ചയും വിളിയും തിരക്കാണ്. ഇങ്ങനെ കോടി സ്റ്റെപ്പ് കയറി വന്ന് ഇറങ്ങിയിട്ട് താഴോട്ട് ഇറങ്ങുക. ഇവിടെ കയ്യും നമ്മളെ കാലൊക്കെ ഒന്ന് ചൂടാക്കുക. അതൊരു ഹീറ്റ് ചെയ്യുന്ന സംഭവമാണ്. ഇവിടെ വന്നിട്ട് ഇങ്ങനെ കൈ അതിന്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കുക, അതുപോലെ കാലം അതും വെച്ചു കൊടുക്കുക. അപ്പൊ നമ്മളെ ബോഡി ഒന്ന് റെഡി ആക്കുക. അതേപോലെ നല്ലോണം ചൂടാക്കുക. അത് ചൂടുള്ള സംഭവമാണ്. അതേപോലെ താഴത്തും കാലും ചെയ്യാം, നമുക്ക് കയ്യും ഇതേപോലെ. എന്നിട്ട് നമ്മുടെ ഗ്ലൗസ് ഒരു സ്ഥലത്ത് ഊരിടണം, ഷൂ വേറെ സ്ഥലത്ത് ഊരിടുക, സോക്സ് വേറെ സ്ഥലത്ത് ഊരിടുക. ഒക്കെ രണ്ടാമത് പിന്നെ ഒരു വാഷ് ചെയ്തിട്ടാ പിന്നെ വരിക സോക്സ് ഒക്കെ. ഇതാണ് സംഭവം. അപ്പൊ ഇതാണ് അതിന്റെ ഉൾഭാഗം കംപ്ലീറ്റ്. ഇവിടെ നമ്മൾ ജാക്കറ്റ് ഇട്ട് കൊടുക്കും. ഓരോന്നിനും ഓരോ സെക്ഷൻ ഉണ്ട്. ഇവിടെ സോക്സ് ഇടുന്നത്, ഊരിടുന്നത്. ഇതാണ് വന്നതേ തന്നെയാണ് പുറത്തേക്ക് കിടക്കുകയും ചെയ്യുക. ഇതതിന്റെ ഒരു ലോങ് വ്യൂ ആണ് ഇതിന്റെ ഉൾഭാഗം. ഏതായാലും ഒരു 500 രൂപക്കാത്രയുള്ള സംഭവങ്ങളുണ്ട് ഇതിനുള്ള സംഭവം. അപ്പൊ ഗോവയിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും സ്നോർ പാർക്കിൽ ഒന്ന് കയറണം. ഇതിലൂടെ അങ്ങോട്ടേക്ക് പുറത്ത് കിടക്കാണ്. ഇതാണ് മെയിൻ റോഡ്. അപ്പൊ ഏകദേശം 1 മണിക്കൂർ സമയം നമുക്ക് ഇതിന്റെ അകത്ത് ചെലവാക്കാനുണ്ട്. സ്നോ പാർക്ക്. അപ്പൊ ഇവിടെ വന്നാൽ എന്തായാലും ഈ ഗോവയിൽ ഇവിടെ വന്നാൽ കയറണം. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.